ഒരു ടെലഗ്രാം ഉണ്ട്. എന്താ മോനെ? എനിക്ക് ഉടനെ തിരിച്ചു പോകണം. പോവേ? എന്ത് ഭ്രാന്താ നീ പറയുന്നത്? ചെറിയമ്മയും കുട്ടികളും ശേഷം ഉണ്ണാൻ വരുമ്പോ നീ ഇല്ലാതെയോ? വിനയനെ ഇടഞ്ഞു, കേളുകാരെ കുത്തിയത്രേ. എന്റെ ഗുരുവായൂരപ്പാ, അയാൾക്കൊന്നും പറ്റിയോ? അയാൾ ആസ്പത്രിയില. അടിവാരത്തെ സർക്കാർ ആശുപത്രിയിനകത്ത് തുന്നിക്കെട്ടിയത് എനിക്ക് ബോധമില്ലായിരുന്നു. പണി കഴിഞ്ഞ് വരില്ല ഇവിടുത്തെ ആളുകൾ ചോദിച്ചു നോക്കി, എത്രയാ ചോര പോയത്. എന്താ ഉണ്ടായത് അവൻ ഇങ്ങനെ ചെയ്യാൻ? എന്റെ സേവരെ, അത് ഓർക്കുമ്പോ ഇപ്പോഴും ശരീരം വിറയ്ക്കുന്നു. മലയിലെ പണി കഴിഞ്ഞപ്പോ സന്ധ്യ കഴിഞ്ഞ് ക്ഷീണം തീർത്ത അവനെ ഞാൻ ഇറക്കിയത്. നല്ല നിലാവുണ്ടായിരുന്നു. കള്ളിക്കാട് കഴിഞ്ഞപ്പോ അവൻ തിരിഞ്ഞൊന്ന് ചീറി. ഞാൻ സംശയിച്ചില്ല. പിന്നെ ഒരൊറ്റ വരവ് എന്റെ നേരെ, എന്റെ നെഞ്ചത്തേക്ക് അവന്റെ കൊമ്പ് വന്നത്. അല്പം പഴച്ചുകൊണ്ട് ഇതാ ഇങ്ങനെയായി എല്ല് ചതഞ്ഞിരിക്കുന്നു. എന്നാൽ എന്റെ മക്കളെ ഭാഗ്യം കൊണ്ടാ, അല്ലെങ്കിൽ ഇവിടെ തന്നെ കുഴിച്ചുകൂടായിരുന്നു. എവിടെ അവൻ? ഇത്രയും കാലം ഊട്ടിപ്പോറ്റിയതിന് കൂലി ആ പാവത്തിന്. എന്റെ മുമ്പിൽ നിന്ന് എനിക്ക് എന്നെ കാണണ്ട. അവന് തല്ലിയല്ലേ? തല്ലയല്ല, കൊല്ലിയാ വേണ്ട രസത്തിന്. എന്താ കാലു എനിക്കുണ്ടോ? ഇതിനെ തല്ലിയല്ലാണ് എനിക്ക്. എന്റെ തെറ്റ് മറയ്ക്കാന്നുള്ള പറഞ്ഞതാണ് ഞാൻ. അതിന്റെ ശിക്ഷയും വിനയനെ എന്നെ കിട്ടി. എന്താ നിങ്ങൾ പറയണേ? മനുഷ്യനെ പോലെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ തന്നെ പറയുമായിരുന്നു. മൂക്കറ്റം കുടിച്ച കേളുനാരെന്നെ ഉൾക്കാട്ടിൽ കൊണ്ടുപോയതെന്ന്. കള്ളമരം പിടിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് അയാൾ എന്നെ പൊതിരെ തല്ലി. സഹി കെട്ടപ്പോ ഞാൻ തിരിഞ്ഞു വീണു. അയാൾ പേടിച്ചോടി. ഒരു കുറ്റിയുടെ പുറത്ത് വീണാണ് കേളുനായരുടെ കാല് പൊറിഞ്ഞത്. കേളുകാരെ എന്നെ തല്ലു പൂജ, എന്നെ തല്ലി, പൊതിരെ തല്ലി. വിനയ, എന്നോട് പൊറുക്ക് വിനയ. ഇതോടെ സേട്ടുവും രാഘവ പണിക്കരും തമ്മിലുള്ള മത്സരം അവസാനിക്കുന്നു. നിങ്ങൾ ഒന്നാകുന്നു. ഇനി സാറ് റേഞ്ചർ സണ്ണി വർഗീസിനെ കൂടി ഇവിടെ നിന്ന് മാറ്റി തന്നാ മതി. വിത്തിൻ 1 വീക്ക് ഞാൻ ഏറ്റു. അതുപോലെ നിങ്ങളൊരു ആനക്കാരനുണ്ടല്ലോ, ബാലകൃഷ്ണൻ, അവനെ പറഞ്ഞു വിടണം. എന്റെ മകന്റെ ഒരു സ്നേഹിതനാവോൻ നോക്കാം. അത് കഴിഞ്ഞ കാട്ടിലെ മരം തേവരുടെ ആന. നോനോ, കാട്ടിലെ മരം നിങ്ങളുടെ ആന. അതാ ശരി, നമ്മുടെ ആന.
ദിവസമല്ലേ നീ തുടങ്ങിയിട്ട്? മഠത്തിലെ പെണ്ണ് എന്തോ ആണെന്നാണോ ധരിച്ചത്? അടങ്ങിയിരിക്കാൻ ഒക്കില്ലെങ്കിൽ നിന്റെ അമ്മാവൻ പോറ്റുന്നുണ്ടല്ലോ തടിമിടുക്കുള്ള കുറെ ആണുങ്ങളെ. അവരോട് മതി ഈ കളി. എന്നെ ഉപദ്രവിക്കരുത്. മിസ്റ്റർ ബാലകൃഷ്ണൻ, தாத்தா, நான் உங்க மகனை பார்க்க போறேன். அவன் இருக்கும் இடத்துல. உனக்கு அந்த இடம் தெரியுமா? அது நீங்க தான் சொல்லிக் கொடுக்கணும். முத்து, அது தப்புடா, தப்பு. இல்ல தாத்தா, நான் உங்க மகனுக்காக போறேன். பழனி காப்பாத்துறதுக்கு. இல்லாவிட்டா அவ உயிருக்கே ஆபத்து. முத்து, അതുകൊണ്ടാണ് കുട്ടി എനിക്ക് ഇതുവരെ നിന്നെ കാണാൻ വരാൻ കഴിയാത്തത്. നേരത്തെ വന്നിട്ട് കാര്യമില്ലല്ലോ. എന്റെ അച്ചായൻ കരയരുത് തന്നെ കുട്ടി. മറ്റെന്ത് ചെയ്യാൻ കഴിയും എനിക്ക്? ഒറ്റവരെല്ലാം പോയില്ലേ? ആ ഗതി വന്നവർക്കേ അറിയാം എന്റെ സങ്കടം. അതിലും ഗതികെട്ടവളാണ് ഞാൻ. അമ്മയൊഴികെ അച്ഛനും അമ്മാനും ബന്ധുക്കളും എല്ലാം ഉണ്ട് എനിക്ക്. എന്നിട്ടും എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എല്ലാവർക്കും എന്റെ പേരിൽ സ്വത്താണ് ആവശ്യം. നിന്റെ പേരിൽ എസ്റ്റേറ്റും ബംഗ്ലാവും ഫാക്ടറി ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അനാഥയായ നിനക്ക് എവിടെ പോകാനും സ്വാതന്ത്ര്യമുണ്ട്. അറക്കാൻ നിർത്തിയ മാടിനെ പോലെയാണ് ഞാൻ. എന്റെ അവസാനത്തിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല. അന്നേക്കത് കാണാം. മഠത്തിലെ പെൺകുട്ടിക്ക് ദുഃഖമില്ലെന്ന് കരുതിയൊന്നും ആ കുടുംബത്തിൽ പിറന്നതാണ് എന്റെ ശാപം. ഇന്നലെ നിന്നെ കാണാൻ പുറപ്പെട്ടു വരികയായിരുന്നു ഞാൻ. വഴിക്ക് വെച്ച് ഒരാളെന്നെ തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചു. ആര്? ഒരു കാര്യവും ഇല്ലാണ്ട. നിന്നേക്കാൾ ഉച്ചത്തിൽ കരയാൻ വിധിക്കപ്പെട്ടവൾ അന്നുകുട്ടി ഞാൻ. എല്ലാം ഉള്ളിലൊതുക്കി കഴിയായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. ഇനി ചിലപ്പോ ഞാൻ നിന്നെ കാണാൻ വന്നില്ലെന്ന് വരും. എന്നാലും നീ എന്നും എന്റെ മനസ്സിലുണ്ടായിരിക്കും, എന്റെ കൂട്ടുകാരിയായിട്ട്. വരട്ടെ. யசம்மா, என்ன இங்க? ഞാൻ റേഞ്ചർ മിസ്റ്റർ സണ്ണി. அவங்க ஆபீஸ்க்கு போயிருக்கு. അപ്പൊ പറഞ്ഞല്ലേ ഓർമ്മയുണ്ടല്ലോ. എപ്പോ പുറപ്പെടും? പാതി രാത്രിയില്ലേ. ശരി. ഇന്നലെ ഞാൻ എന്നോട് ക്ഷമിക്കണം. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ഇല്ല, ആ സംഭവം രാത്രി മുഴുവൻ നിങ്ങളെ കരയിച്ചു എന്ന് എനിക്കറിയാം. അത്രയൊന്നും ആലോചിക്കാതെയാണ് ഞാൻ. ഐ ആം റിയലി സോറി. പ്ലീസ് ഫർഗീവ് മീ. ഞാൻ കരഞ്ഞെങ്കിൽ അത് എന്റെ വീക്ക്നെസ് ആണ്, നോട്ട് യുവർ ഫാൾട്ട്. എനിഹൗ ഇറ്റ്സ് ഓൾ റൈറ്റ് നൗ. ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് യു. തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ആ കുട്ടികളോടൊപ്പം നിങ്ങളുടെ ആനയെ ടീസ് ചെയ്യാൻ ആദ്യം ഞാനും കൂടി, ഒരു രസത്തിന്. അല്ലെങ്കിൽ ആനയുടെ ഉടമയെ കാണാനാവും ഞാൻ അവിടെ വന്നിരിക്കുക. ഉടമയെ കാണാനോ? എന്തിന്? മാസ്റ്റർ ഡിഗ്രി ഉപേക്ഷിച്ച് ഈ കാട്ടിൽ ജോലിക്കിറങ്ങിയ ആളെ നേരിട്ട് കാണാൻ ഒരു കൗതുകം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കുറിച്ച് എങ്ങനെ നിങ്ങൾ? ഈ വെക്കേഷന് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളുടെ അമ്മയെ പരിചയപ്പെട്ടു. അവർ വഴിനീളം മകനെ പറ്റിയാണ് സംസാരിച്ചത്. കുട്ടിക്കാലം തുടങ്ങി എല്ലാ കഥകളും. ആ ആളെ നേരിട്ട് കണ്ടപ്പോ വഴക്കായി അല്ലേ? Forget it. ഇവിടെ എങ്ങനെ എത്തി? നടന്നു. തിരിച്ചങ്ങോട്ട് നടക്കണ്ട എത്രയും ദൂരം? വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ചെറുപ്പത്തിൽ എനിക്കിവിടെ കൂട്ടുകാരുണ്ടായിരുന്നു, ധാരാളം. മുതിർന്നപ്പോ അവരെല്ലാം അകന്നുപോയി. വലിയ വീട്ടിലെ കുട്ടിയോട് അടുക്കാൻ മടിച്ചാവും. മിസ്റ്റർ ബാലകൃഷ്ണൻ ആ കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല. എങ്കിൽ വരും.
കാര്യം കുഴപ്പമാവും. പാറമൽ ത്രേസ്യയെ ശരിക്കും അറിയില്ല നിങ്ങൾ. ആര്? എന്റെ മൂത്ത ചേച്ചി പണ്ട് വിടുന്ന ഒരു DFOയെ നടു റോട്ടിൽ തടഞ്ഞു നിർത്തി കിട്ടാനുള്ള കാശ് കണക്ക് പറഞ്ഞു മേടിച്ചവളാ അവൾ. എന്തിനും മടിക്കില്ല. അതിന് നിങ്ങൾ എന്തിനാന്ന് ഞമ്മളെ വരട്ടുന്നത്? ചില്ലറയല്ല, പറ്റുവകയിൽ അധികം തരാനുള്ളത്. കള്ളിനും കഞ്ചാവിനുള്ളത് വേറെയും. വരുത് ബാലകൃഷ്ണൻ മുതലാളി. അല്ല, നായര് നാട്ടിൽ പോയി എന്നറിഞ്ഞു. തിരിച്ചു വരുവാവോ? വരും. എപ്പോഴാണാവോ? അസുഖം മാറുമ്പോ. ഓഹോ. അല്ല സാർ, ഒരു കാര്യം ഞാൻ കണ്ടതുകൊണ്ട് സാരമില്ല. ഈ മലയിൽ സാറിന് എവിടെ വേണേലും ശിക്കാറിന് പോകാം. പോറ്റാനായാലും ഒരു നേരത്തെ ചാപ്പാടിനായാലും ഏതൊരുവിനെയും പിടിക്കാം. താൻ എന്നെ പഠിപ്പിക്കണ്ട. ഉവ്വ്. പക്ഷെ റിസർവ് ഫോറസ്റ്റ് കയറുമ്പോ സൂക്ഷിക്കണം. വേട്ട നിരോധിച്ച സ്ഥലമാ, കുഴപ്പ. താൻ പോയേ. പിടിച്ച തടി ചീത്തയാവും.